ഓക്കെ, ഫ്രീ സ്റ്റൈൽ. ആ മക്കൾ രണ്ടുപേരും എന്തായാലും ആ കായൽ നീന്തി വന്നിരിക്കുകയാണ്. എന്തുണ്ട് അഭിപ്രായം? നല്ല അഭിപ്രായം. നല്ല അടിപൊളിയായി ചെയ്യുന്നുണ്ട് രണ്ടുപേരും. നല്ല പിന്നെ ഒരു പേടിയുമില്ല, എല്ലാ സ്റ്റൈലും അവർ നോക്കുന്നുണ്ട്. കായൽ കണ്ടപ്പം പേടി തോന്നിയിരുന്നോ നിങ്ങൾക്ക്? ഇല്ല ഇല്ല ഇല്ല, ഒരു പേടി. എന്തുകൊണ്ട് പേടിച്ചില്ല? അവര് കോൺഫിഡന്റ് ആണെന്ന് നല്ലോണം തോന്നി. നല്ല റിലാക്സ്ഡ് ആയിട്ട് കാണുമ്പോഴേ അറിയാം, നല്ല എൻജോയ് ചെയ്തിട്ടാ ചെയ്യുന്നത്. എന്തായാലും നല്ല കോൺഫിഡൻസ് കിട്ടി. അതാ ഇപ്പൊ ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ ഇവിടെ നിന്ന് ജമ്പ് ചെയ്യിക്കാൻ ഇവിടെയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും ഇനി അച്ഛൻ, അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും പിതാക്കന്മാരാണ് സജിലേഷ്. ഓക്കെ, സജീഷ് എങ്ങനെയുണ്ട്? വളരെ നല്ല ഇൻട്രസ്റ്റിംഗ്, വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ അവരെ കോൺഫിഡൻസിൽ അവർ നല്ലോണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നമുക്കിത് ചെയ്തില്ലെങ്കിൽ വലിയൊരു നഷ്ടമാണെന്ന് ഫീൽ. പിന്നെ തീർച്ചയായും മിക്കവാറും വരുന്ന രക്ഷിതാക്കളൊക്കെ ഇങ്ങനെയാണ്. ഇതെല്ലാം വന്ന് തീർന്നു കഴിയുമ്പോൾ അവർക്ക് അറിയാമെന്ന് കരുതും, ഇവിടെ വന്ന് നീന്തി കഴിയുമ്പം കരുതും അയ്യോ അപ്പം നമുക്കിതൊന്നും അറിഞ്ഞുവിടാമല്ലോ എന്നുള്ള നിലയിലേക്ക് മാറാറുണ്ട്. അവരങ്ങനെ കിടക്കുകയാണ്. നന്നായിട്ടുണ്ട്. എന്തുണ്ട് നമുക്ക് ഇതിനെക്കുറിച്ചൊരു പബ്ലിക്കിന്റെ മെസ്സേജ് കൊടുക്കാനായിട്ട്? എല്ലാ കുട്ടികളും നമ്മൾ ഈ പ്രായത്തിൽ തന്നെ പഠിപ്പിച്ചെടുക്കണം. ഏറ്റവും വലുത് ഈ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യുന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് വള്ളത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എല്ലാം കുട്ടികൾ മറ്റുള്ളവരുടെ പറയുന്ന പോലെ റെസ്ക്യൂ ആയിട്ട് രക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ വെറുതെ സ്വിമ്മിങ് പോകുന്നതിന് പകരം ഒരാളെ രക്ഷിക്കണം തോന്നിക്കഴിഞ്ഞാൽ അവർ അതിന് കോൺഫിഡൻ്റ് ആണ്. ഓക്കെ, അതിനകത്ത് ഞാൻ അതിനെക്കുറിച്ച് പറയാം ഒന്ന്. ഓക്കെ, അതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് ആക്കി എടുക്കുക, കോൺഫിഡൻസ് ലഭിക്കാനുള്ള കഴിവ് നേടുക എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ഫോക്കസ് ചെയ്ത്. കോൺഫിഡൻസ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ ഓവർ കോൺഫിഡൻസ് ആയി പ്രശ്നമാണ്. കോൺഫിഡൻസ് നേടാനുള്ള കഴിവ് അവർക്ക് രൂപപ്പെട്ടിട്ട് ഓക്കെ, പിന്നെ സംഗതി പ്രശ്നമില്ല. എന്തുണ്ട് അഭിപ്രായം? നല്ല സന്തോഷം. കാരണം എന്താ പറയുക, ഇത് അവർക്ക് മറ്റ് മേഖലകളിലും അവർക്കത് ഉപകാരപ്പെടും. ആ ഒരു കോൺഫിഡൻസ് അവർക്ക് ഭാവിയിൽ എല്ലാ കാര്യത്തിലും. അപ്പം ഇത് എല്ലാ കുട്ടികളും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ സ്വിമ്മിംഗ് എന്ന് പറഞ്ഞിട്ട് 10 ദിവസത്തെ ക്ലാസ് അല്ല, അതല്ലാണ്ട് ഇങ്ങനെ ഫ്ലോട്ടിങ്ങും ഒക്കെ പഠിക്കുമ്പോൾ അവർക്ക് സേഫായിട്ട് നിൽക്കാനും പറ്റും. അവരെ കോൺഫിഡൻസിനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് മറ്റ് കാര്യങ്ങളിലും അവരെ ഒരുപാട് സഹായിക്കും. യെസ്, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം നമ്മൾ വെറും നീന്തൽ പരിശീലനം എന്ന് പറയുന്നത് അത് തന്നെ വലിയ കാര്യമാണ്. പക്ഷേ അതിനേക്കാളുപരി അവർക്ക് ജീവിതത്തിലുടനീളം ഇതിൻ്റെ ഫലങ്ങൾ ഉണ്ടാവും. ഓരോന്ന് ചെയ്യാനൊരുങ്ങുമ്പോഴും നമുക്കിതൊക്കെ നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളൊരു നിലയിലേക്ക്, എന്തും നമുക്ക് നേടിയെടുക്കാൻ ശ്രമിച്ചാൽ എന്നുള്ളൊരു നിലയിലേക്ക് ഉയർന്നൊരു മോനെ ബാ വന്നോ, രണ്ടാളും അതെ, രണ്ടാളും ക്ഷീണം മാറ്റിയാ. ഇങ്ങോട്ട് പോരെ വാ, റെഡി, ഇങ്ങോട്ട് നീന്തിയിട്ട് പോരെ.